നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതനായ സിനിമകളിലൂടെയും ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന നല്ലൊരു നടൻ മുകുന്ദൻ മേനോനും ഭാര്യ വിദ്യാലക്ഷ്മിയും മക്കളും എല്ലാവരും ഉണ്ട്. നമസ്കാരം. നമസ്കാരം. മുകുന്ദൻ മേനോൻ തന്നെയാണല്ലോ അല്ലേ? അല്ല, അത് തെറ്റല്ല, പക്ഷെ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. മൂന്നെന്ന് മാത്രമേ പറയാറുള്ളൂ. പെട്ടെന്ന് എനിക്ക് മുകുന്ദൻ മേനോൻ നിങ്ങളോട് വന്നുപോയി. അതൊരു ഇതെന്താണ് ഇങ്ങനെ ഒരു എന്റെ മുഖത്ത് അങ്ങനെ വല്ലതും ഉണ്ടോന്ന് അറിയില്ല. മേനെ എന്താണ് മീശയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ? മീശ എടുത്ത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തതാണ്. പിന്നെ കുറച്ച് മീശ എടുത്ത് പിന്നെ ആവശ്യം കഴിഞ്ഞു. പക്ഷെ അപ്പൊ ഇത് കണ്ട ചില ആളുകൾ വളരെ ഇത് കുറെ ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്കും തോന്നി ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോ ഒരു ചേഞ്ച് തോന്നുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ഒരു രൂപത്തില് ഒന്ന് മാറി നിൽക്കാന്ന് തോന്നിയപ്പോ കുറച്ച് ചെറുപ്പായി. അതിനു വേണ്ടി എടുത്തതല്ല. അതിപ്പോ ഭർത്താവ് മീശ എടുത്ത് കോലം ആദ്യം എനിക്ക് എതിർപ്പായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? കൊറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയല്ലേ കാണുന്നേ. പിന്നെ കുറച്ച് കണ്ട് ഇപ്പൊ ശീലായി. വീട്ടിൽ കയറി വന്നപ്പോ ആരാ എന്ന് ചോദിച്ചോ? ഇല്ല, ഇത് എടുക്കാൻ പോകുന്നതിന് മുന്നേ ഓരോരുത്തരോട് ഇവരൊക്കെ വളരെ ഒരു എക്സൈറ്റഡ് ആയിരുന്നു. ധനൂറും ആത്മനെയൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അച്ഛൻ മീശ എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. അപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മള് മീശ എടുത്ത് ഇവര് വന്നിട്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ അച്ഛൻ എടുത്തിട്ടുണ്ട്, താടി എടുത്തു, മീശ എടുത്തു, അങ്ങനെ പറയുന്ന ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സർപ്രൈസ് ആണല്ലോ. അത് എന്തിനു വേണ്ടിയാന്നുള്ളത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ തൽക്കാലം സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, കാരണം അതൊരു നല്ല പ്രോജക്റ്റ് ആയിരുന്നു. നമ്മളതിപ്പോ പുറത്ത് പറയണ്ട. മോളുടെ പേരെന്താ പറഞ്ഞ? ആത്മന. ആത്മന. മോന്റെയോ? ധനൂർ. ഡിഫറെന്റ് നെയിമാണല്ലോ, ധനൂർ. ആത്മനയ്ക്ക് ഒരു ആത്മന എന്നുള്ള പേര് അന്ന സമയത്ത് അങ്ങനെ കേട്ടിരുന്നില്ല. ഞാനത് പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ധനൂറിന്റെയും കൂടി ഒരു പരാതി വരരുത്. ദേവിയുടെ പേര് അല്ലേ? എന്ത് ചെയ്യുന്നു ആത്മന? ഏത് ക്ലാസ്സിലായി? സെവൻത്തില്. മോനോ? സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണോ? അച്ഛന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? സീരിയൽ സിനിമയൊക്കെ ഇഷ്ടമാണോ? അച്ഛൻ അഭിനയിക്കുന്ന ഇഷ്ടമാണോ? അച്ഛൻ വില്ലനായിട്ട് അഭിനയിക്കുന്നതാണോ ഇഷ്ടം, നല്ല ആളായിട്ട് അഭിനയിക്കുന്നതാണോ ഇഷ്ടം? ആണോ? അപ്പൊ വില്ലനായിട്ട് അഭിനയിക്കുമ്പോ അച്ഛൻ്റെ അടുത്ത് പറയോ അച്ഛൻ വില്ലനാവണ്ടെന്ന് പറയോ? പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ അത് അവനെ നല്ല നല്ല ആളായിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നു. പക്ഷെ അവൻ എന്റെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളതാണ് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് നല്ല ആളായിട്ട് പുള്ളി സ്വയം അങ്ങ് കാണുന്നോണ്ടായിരിക്കാം. ഞാൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളതാണ് അവന് ഏറ്റവും ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയല്ലേ പറഞ്ഞിട്ടില്ല പലപ്പോഴും? നല്ല ആളതിനേക്കാളും നല്ല ആളായിരിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. കാണാൻ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ. ഇങ്ങനെ വികൃതിയാണോ? അത്യാവശ്യം കണ്ടിട്ട് വളരെ ക്വയറ്റാണല്ലോ. അല്ല, കുസൃതി എന്ന് പറയാം. വികൃതിയുടെ രണ്ട് ഗണത്തിൽപ്പെടുത്താവുന്ന വികൃതിയും കുസൃതിയും നോക്കുകയാണെങ്കിൽ കുസൃതിയാണ് കൂടുതൽ, വികൃതിയല്ല. എനിക്കങ്ങനെ. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? അച്ഛനാണോ അമ്മയാണോ? ഇവിടെ അങ്ങനെ പറയാൻ പാടില്ല. ഒരാളെ പറയാൻ പാടുള്ളൂ. ഒന്നുകിൽ ഒരാളെ പറയുകയാണെങ്കിൽ ആരെ പറയുന്നു? ഒരാളെ പറയാൻ പറഞ്ഞാൽ ആരെ പറയും? പറഞ്ഞോളൂ, ഒന്നും സംഭവിക്കില്ല. അച്ഛനാണോ ബെസ്റ്റ് ഫ്രണ്ട്? ഓ, അത് ശരി. പഠിക്കാനൊക്കെ മിടുക്കനാണോ? നന്നായിട്ട് പഠിക്കോ? എന്താവണം പഠിച്ചിട്ട്? വലുതായിട്ട് എന്താവണം? നടനാവണ്ടേ? നടനാവണമെന്ന് പറഞ്ഞാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള പേടി ഉണ്ടായിരിക്കും. എന്താ മോനെ? ഡോക്ടറും നടനുമാവോ? പക്ഷെ ഇത് രണ്ടും കൂടെ വലിയ ബുദ്ധിമുട്ടാ മോനെ. അഭിനയവും പിന്നെ ആരെങ്കിലും ഡോക്ടറെ വിളിക്കുമ്പോ ഡോക്ടർ ഷൂട്ടിങ്ങിലാന്നൊക്കെ പറഞ്ഞാൽ വലിയ സങ്കടമല്ലേ? അതെങ്ങനെയാ? പേഷ്യന്റിനപ്പൊ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചൂസ് ചെയ്യും? ചോയ്സ് കഴിഞ്ഞാൽ അതിൽ ഒന്നേ പറ്റുള്ളൂ. എന്ത് ചെയ്യും? പറയില്ല. എന്ത് ചെയ്യണം? അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ. അമ്മയ്ക്ക് അഭിനയിക്കുന്ന ഇഷ്ടമല്ല തോന്നുന്നല്ലേ? ഇഷ്ടല്ലേ? അല്ല, എനിക്കിഷ്ടമാണ്. ഞാൻ പഠനത്തിന് ശേഷം അത് ബുദ്ധിപൂർവ്വമുള്ള ആൻസർ ആണ്. അതായത് ഇനി പിന്നെ ഒന്നും പറയില്ലല്ലോ. ഡോക്ടർ ആയതിനു ശേഷം ആക്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആക്ടർ ആവണം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെ പറഞ്ഞത്. പിന്നൊരു കാര്യമുണ്ട്, ഡോക്ടറൊക്കെ അത്രയും വലിയ ആളുടെ അടുത്ത് പിന്നെ ഇന്നത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പിന്നെ അത് അവര് തീരുമാനിച്ചോളൂല്ലോ.
വർക്ക് ചെയ്യുന്നുണ്ടോ വിദ്യ? ഇല്ല വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ. അപ്പൊ എന്ത് ചെയ്യും ഇദ്ദേഹം ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ? എനിക്ക് കുറച്ച് വീട്ടിൽ തന്നെയുള്ള മീൻസ് എന്റെ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഹോബീസ് ഉണ്ട്. അതൊക്കെ ഉള്ളു, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. എംബ്രോയിഡറി അങ്ങനെ കുറച്ച്. വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് വീട്ടിൽ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഇഷ്ടം. നമുക്ക് വലിയ റോളില്ലാണ്ടേ? അതെ അതെ അതെ. അപ്പൊ എന്തെങ്കിലും ചെയ്യാം. അല്ല, വിദ്യ കുറച്ച് ഈ സ്വന്തമായിട്ട് ഡ്രസ്സുകളൊക്കെ സ്വയം ഒരുപാടൊന്നുമില്ല, മുന്നത്തെ പറയുന്ന പോലെ ഒന്നുമില്ല. അത്യാവശ്യം ചെയ്യും കുറച്ച്. അത് നമ്മളതൊരു ശരിക്കും പറഞ്ഞ് ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ളത് പുറമേ നിന്ന് വാങ്ങിക്കുന്ന പല റെഡിമെയ്ഡ് ഡ്രസ്സിനേക്കാളും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കോൺഫിഡൻസ് സ്വയം തോന്നണം. അപ്പൊ നമ്മൾ പറയാന്ന് നമ്മളത് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറയാന്ന് മാത്രമേ അങ്ങനെ ചിന്തിച്ചാൽ നിർത്തില്ല. പക്ഷെ ശരിക്കും എനിക്ക് മനസ്സിൽ ശരിക്കും അങ്ങനെ തോന്നാറുണ്ട്. റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന പലതിനേക്കാളും സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് നന്നായിട്ട് എനിക്ക് തോന്നുന്നത്, ഇഷ്ടപ്പെടുന്നത്. പക്ഷെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്നതാണല്ലോ പ്രധാനം. ഇടേണ്ട ആള് വിദ്യയാണ്. അപ്പൊ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അതുകൊണ്ട് എന്റെ സപ്പോർട്ട് ധാരാളം കൊടുക്കാറുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നിനും കമ്പൽ ചെയ്യാറില്ല. കുട്ടികളുടെ കാര്യത്തിലായാലും അവര് ടി വി കാണുന്നു, അവര് പ്രോഗ്രാംസ് ഒക്കെ ധാരാളം ചെയ്യുന്നുണ്ട്, അല്ലെ പ്രോഗ്രാംസ് അവർ കളിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ സംബന്ധിച്ചാൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരിക്കണം. അതിൽ കോംപ്രമൈസ് ഇല്ല. കളിക്കുന്നതിലേക്ക് കോംപ്രമൈസ് ഇല്ല. കളിച്ചോളും, നന്നായിട്ട് കളിച്ചോളും. സ്ട്രിക്റ്റ് ആയ അച്ഛനാണോ? സ്ട്രിക്റ്റ് എന്നല്ല, അത് അവര് കളിക്കുമ്പോൾ നന്നായിട്ട് കളിക്കട്ടെ. ഞാൻ നല്ലോണം കളിക്കാൻ വിടാറുണ്ട്. പക്ഷെ പരീക്ഷ അല്ലെങ്കിൽ കാര്യങ്ങള് പഠന സംബന്ധമായ കാര്യങ്ങൾ ഇത് കാരണം ഞാൻ കളിച്ചത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് പറയാൻ പാടില്ല. അച്ഛൻ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ അച്ഛൻ? അതെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, തുറന്ന് പറയാം. ഇപ്പൊ കിട്ടിയ ഒരു അവസരമാണ്. ആത്മനക്ക് എന്താവണം വലുതാവുമ്പോ? ഡോക്ടർ. ഒരു വീട്ടിൽ 2 ഡോക്ടർമാരെ കൊണ്ട് ശല്യമാവുമല്ലോ. നമുക്ക് ടെൻഷൻ ആവുമല്ലോ. അതെ, ഇത് എവിടെ നിന്നെടുത്ത് അച്ഛൻ രണ്ടുപേരും പഠിപ്പിക്കുന്നേ അല്ലേ അച്ഛാ? അതെ, ഇദ്ദേഹം ഡോക്ടർ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ആദ്യമായിട്ടാണ് അത് പറയുന്നത്. ആണോ? ഇപ്പൊ ആദ്യമായിട്ടാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് ആക്ടർ ആവണം എന്ന് മാത്രമേ പറഞ്ഞു. അതിങ്ങനെ അടിച്ച് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു. മുണ്ടിപ്പോരുത്, ആക്ടറൊക്കെ നമുക്ക് പിന്നെ ആവാം, ആദ്യം പഠിച്ച് മിടുക്കനാവുക, എന്നിട്ട് നമുക്ക് നടനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് അതിന്റെ ഒരു നേരത്തെ കൂട്ടി മുൻകൂർ ജാമ്യം എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോളാദ്യമായിട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. മോളെപ്പോഴും ആദ്യം മുതലേ പറഞ്ഞിരുന്നു ഡോക്ടറാണ്. പക്ഷെ പാറ്റയൊക്കെ പോലും പേടിയാണ്. ഞാൻ ചോദിക്കാറുണ്ട് എപ്പോഴും എങ്ങനെ അത് സംഭവിക്കുന്നുണ്ടോ. എവിടെ സ്വദേശം? എന്റെ ഹരിപ്പാട്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അമ്മ, അച്ഛൻ, ഒരു ചേച്ചി. അവരൊക്കെ എന്ത് ചെയ്യുന്നു? ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡുമായിട്ട് കോയമ്പത്തൂര്. അച്ഛനും അമ്മയും അവിടെ തന്നെയുണ്ട്. എങ്ങനെ മുകുന്ദനുമായിട്ട് ഒരു പ്രപ്പോസൽ വന്നപ്പോ ഒരു ഫിലിം ആക്ടറായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല? സാധാരണ എല്ലാവർക്കും സിനിമ എന്നൊക്കെ പറയുമ്പോ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ? അതെ അതെ. ഉണ്ടായിരുന്നു? ഇല്ല, അത് എന്താന്ന് വെച്ചാൽ ആദ്യമേ എന്റെ ഒരു ഫ്രണ്ട് വഴി, എന്റെ ഫ്രണ്ട് മീൻസ് ഫ്രണ്ടിന്റെ അമ്മ വഴിയാണ് ഈ പ്രപ്പോസൽ വന്നത്. അപ്പൊ അവര് ഒരുപാട് പറഞ്ഞു തന്നിരുന്നു മുതലിന്റെ സ്വഭാവത്തിനെ പറ്റി. അപ്പൊ അതുകൊണ്ട് അത് വന്ന് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാ ഫീൽ ചെയ്ത്. അപ്പൊ അതിലൊരു ഇത് തോന്നിയില്ല. എന്നാലും വീട്ടിൽ പൊതുവെ ഇങ്ങനെ ഒന്ന് ആലോചിക്കില്ലേ, പ്രൊഫഷൻ വൈസ് എങ്ങനെയായിരിക്കും, അങ്ങനെ ചിന്തിച്ചിരുന്നു? എല്ലാരുമായിട്ട് ആലോചിച്ചിരുന്നു. മീൻസ് അവിടെ പോയി കണ്ട് ആലോചന വന്നപ്പോ പോയി സംസാരിച്ച് ഫ്രണ്ട്സും വഴി ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നു. അല്ല, എനിക്ക് തോന്നുന്നു അതൊന്നും അല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ വിദ്യ അത് പറയാൻ ചിലപ്പോൾ അത് വിദ്യക്ക് കറക്റ്റ് 1 by 1 പറയാൻ പറ്റുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് കയറി ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ സംസാരിച്ചപ്പോൾ സാധാരണ പെണ്ണ് കാണൽ ചടങ്ങെന്നൊക്കെ പറഞ്ഞ ഒരു 5 മിനിറ്റ് 2 മിനിറ്റുള്ള തീരുന്ന പരിപാടിയാണ് പൊതുവെ. ഇതങ്ങനെയല്ല. ഞാൻ 1/2 മണിക്കൂർ വിദ്യയായിട്ട് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചു. എന്താണ് ഞാൻ, എന്റെ മൈനസ് ആൻഡ് പ്ലസ്, ഞാൻ എന്താണ് കൃത്യമായി പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇത് നടക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വേറെ വശം. പക്ഷെ ഞാൻ ഇന്നതാളാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് എന്റെ പ്ലസ്, എന്റെ മൈനസ് എന്താണെന്ന് ഞാൻ സ്വയം വിശകലനം ചെയ്ത് വെച്ചിട്ട് വിദ്യയോട് സംസാരിച്ചു. ഞാൻ ഒരു 10, എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഇത് നടക്കുമോ ഇല്ല എന്നുള്ള വേറെ വിഷയം. അത് നമുക്ക് ഇനി കാരണവന്മാരെ തീരുമാനിക്കേണ്ടതാണ്. എന്റെ മദറൊക്കെ തീരുമാനിക്കുക, അവരൊക്കെ വന്ന് കാണുന്നത്. പക്ഷെ ഇതാണ് എന്നെ കുറിച്ചുള്ളൊരു പിക്ചർ ഞാൻ കൊടുത്തിരുന്നു. അത് വിദ്യ അത് പറയാൻ എന്നെ ഒരു ഡിലേ വന്നുകൊണ്ടാണ് ഞാൻ ഉടനെ കയറി പറഞ്ഞത്. ഈ ഒരു സാധനം ആയിരിക്കാം മേ ബി അത് വിദ്യയെ സംബന്ധിച്ച് ഒരു ക്ലിയർ ആയിട്ട് വേറെ ആൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ എന്നുള്ളത്. അതാ ഞാൻ എന്റെ പ്ലസ് മാത്രമല്ല ഞാൻ പറഞ്ഞു, എന്റെ മൈനസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ്
എനിക്കിപ്പോൾ ദേഷ്യമുള്ള ആളാണ് ഞാൻ ദേഷ്യമുണ്ട് എന്നുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ട്.